ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. പുറത്തിറങ്ങുമോ ഈ ബുള്ളറ്റ്? ബുള്ളറ്റ് നിർമ്മാതാക്കളായ റോയൽ എൻഫീൽഡ് വൈദ്യുത പ്ലാറ്റ്ഫോം വികസിപ്പിക്കുമെന്ന സൂചന. എന്നാൽ ബാറ്ററിയിൽ നിന്ന് ഊർജം കണ്ടെത്തുന്ന ബുള്ളറ്റ് എപ്പോഴാവും നിരത്തിലെത്തുക എന്ന വ്യക്തതയൊന്നുമില്ല. വൈദ്യുത പ്ലാറ്റ്ഫോം അടക്കമുള്ള പദ്ധതികൾ വികസന ഘട്ടത്തിലുണ്ടെന്ന് റോയൽ എൻഫീൽഡ് പ്രസിഡന്റ് രുദ്രതേജ് സിംഗ് തന്നെയാണ് സ്ഥിരീകരിച്ചത്. വലിയൊരു സംഘം തന്നെ ഈ ലക്ഷ്യം കൈവരിക്കാനായി തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. ഉചിതമായ സമയത്ത് ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം പ്രതീക്ഷിക്കാമെന്നും ഐഷർ മോട്ടോഴ്സിന്റെ ഇരുചക്രവാഹന നിർമ്മാണ വിഭാഗമായ റോയൽ എൻഫീൽഡിന്റെ മേധാവി അറിയിച്ചു. 2 വർഷത്തിനകം മലിനീകരണ നിയന്ത്രണത്തിൽ BSR നിലവാരം നടപ്പാവുന്നത് മുന്നിൽ കണ്ടാണ് റോയൽ എൻഫീൽഡും ഈ വഴി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പുതിയ കർശനമായ മലിനീകരണ നിയന്ത്രണ നിലവാരം കൈവരിക്കാൻ ഇതടക്കം വിവിധ മാർഗങ്ങൾ കമ്പനി പരിഗണിക്കുന്നുണ്ട്. നിലവിലുള്ള പ്ലാറ്റ്ഫോമിന് പകരം വയ്ക്കാൻ 3 പുത്തൻ പ്ലാറ്റ്ഫോമുകൾ റോയൽ എൻഫീൽഡ് വികസിപ്പിക്കുന്നുണ്ടെന്നാണ് സൂചന. ഇതോടൊപ്പം പുതിയ മോഡലുകൾ അവതരിപ്പിക്കാനും കമ്പനി തയ്യാറെടുക്കുന്നുണ്ട്. അടുത്തിടെയാണ് റോയൽ എൻഫീൽഡ് 350 500cc എഞ്ചിനുകളുടെ തണ്ടർബേർഡ് എക്സ് പുറത്തിറങ്ങിയത്. അതിനു മുൻപ് 650cc എഞ്ചിനോടെ കോണ്ടിനെന്റൽ GT 650 റോയൽ എൻഫീൽഡ് അനാവരണം ചെയ്തിരുന്നു. 7 വർഷത്തിനിടെ ബുള്ളറ്റ് വിൽപ്പനയിലും വൻ മുന്നേറ്റമാണ് റോയൽ എൻഫീൽഡ് കൈവരിച്ചത്. 2010 49,944 യൂണിറ്റായിരുന്നു വിൽപ്പന. കഴിഞ്ഞ വർഷം 7,52,881 യൂണിറ്റായാണ് കുതിച്ചിരുന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാഹന ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും.